നമസ്കാരം. അറേബ്യ ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 50 ദിവസത്തിന് ശേഷം ദുബായ് ഗ്ലോബൽ വില്ലേജ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒന്ന് ഗ്ലോബൽ വില്ലേജിൽ പോകാതെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ പോയി അതിൻ്റെ കാഴ്ചകളാണ് ഇനി. UAE-യിലുള്ളവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ദുബായിൽ താമസിക്കുന്നവർക്ക് അവരുടെ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയതിനു ശേഷം ഏതൊക്കെ പ്രത്യേക ദിവസങ്ങളുണ്ടോ, ആഘോഷ ദിവസങ്ങളുണ്ടോ, ഒപ്പം തന്നെ വീക്കെൻഡിലായിക്കോട്ടെ അവധി ദിവസങ്ങളിലായിക്കോട്ടെ ഏറ്റവും അധികം ആളുകൾ എത്താറുള്ളത്, അവരുടെ സമയം ചിലവഴിക്കാൻ വരാറുള്ളത് അത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് തുറക്കുന്നതും ഒപ്പം തന്നെ അത് അടയ്ക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ, വിവരങ്ങളൊക്കെയും UAE-യിലുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് ഫെബ്രുവരി 28-ന് ഗ്ലോബൽ വില്ലേജ് അടയ്ക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ഗൾഫ് മേഖലയിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഗ്ലോബൽ വില്ലേജ് അടച്ചിടാൻ തീരുമാനിച്ചത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് തുറന്നിരിക്കുകയാണ്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു വിവരമാണ്. കാരണം ഇത്രയും ദിവസം വീട്ടിലൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരുന്നതിന് ശേഷം തിരികെ വരുമ്പോൾ ഗ്ലോബൽ വില്ലേജിലൊക്കെ വന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഗ്ലോബൽ വില്ലേജ് ഒന്ന് ചുറ്റി കണ്ടുവരാം. ചരിത്ര വിദ്യാർത്ഥികൾ ഏറ്റവും കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ഈ ടെറാക്കോട്ട ആർമി. ഏറെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ആ ടെറാക്കോട്ട ആർമിയുടെ ഒരു റെപ്ലിക്ക നമുക്ക് ഈ ഗ്ലോബൽ വില്ലേജിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം തന്നെ കാണാനാകും. അതിലേറ്റവും പ്രധാനം, ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ച് UAE-യും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ ഈ ടെറാക്കോട്ട ആർമിയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു സവിശേഷത, അതിൻ്റെ ഒരു പ്രാധാന്യം, അതൊക്കെയും ഈ സമയത്ത് വളരെ വലുതാണ്. ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും അത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് സ്പോട്ടാണ് ഇവിടുത്തേത്. പ്രത്യേകിച്ച് ജ്യൂസുകൾ തുടങ്ങി കബാബുകൾ, അങ്ങനെ എല്ലാത്തരം സാധനങ്ങളും ഇവിടെ കിട്ടും. നിരവധി ആളുകൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഗ്ലോബൽ വില്ലേജിൽ വരാനുണ്ട്. പല തരത്തിലുള്ള ജ്യൂസുകൾ, പല വെറൈറ്റി രുചികൾ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള മികച്ച ഭക്ഷണങ്ങൾ, ഇതൊക്കെയാണ്, രുചിയൂർന്ന ഭക്ഷണങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് തുറന്ന പാടന്നെ നല്ല ആൾക്കാർ ശരിക്കും വരുന്നുണ്ട്. പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അല്ലെങ്കിൽ അബുദാബി, ഫുജൈറ. ഞങ്ങൾ വിചാരിച്ചത് ശരിക്കും അത്ര ദൂരം ആൾക്കാർ വരില്ല എന്നാണ്. പക്ഷെങ്കിൽ അവിടെ നിന്ന് തന്നെ ആൾക്കാർ വരുന്നത് ഭയങ്കര ഒരു സന്തോഷമായ സംഭവമാണ്. നല്ലൊരു ഇതുണ്ട്. കാരണം തുറന്ന പാടെ തന്നെ നല്ല കസ്റ്റമർ ഉണ്ട്. നമുക്ക് നമ്മളത് കോക്കനട്ട് ഉണ്ട്, നമ്മളെ കരിക്കില്ലേ, കരിക്കിൻ്റെ മിൽക്ക് ഷേക്ക് ഉണ്ട്, അതുപോലെ കരിക്കിൻ്റെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ എല്ലാ മിക്സ് ഫ്രൂട്ട്സും ഉണ്ട്. മാംഗോ, കരിക്ക്, അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് മൊത്തം തായ്ലൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയത് ഗ്ലോബൽ വില്ലേജിനുള്ളിൽ തന്നെ ഭയങ്കര ഫേമസ് ആയ ഒരു സ്പോട്ടാണ് ഇത്. പഴയ പോലെയൊക്കെ ആയി വരുന്നു. ബട്ട് ഇച്ചിരിയോടെയൊക്കെ ആൾക്കാർ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പം ഏതായാലും എല്ലാം ഓപ്പൺ ആണ്, എല്ലാം എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കോർട്ട് തന്നെയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റും പിന്നെ ഇന്ത്യൻ പവലിയനുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവിടെയാണ് കയറാനായിട്ട് മെയിൻലി ഞങ്ങൾ വന്നേക്കുന്നത്. ശരിക്കും മിസ് ചെയ്തു, ഗ്ലോബൽ വില്ലേജ് ശരിക്കും മിസ് ചെയ്തു 19 ദിവസം. കാരണം ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ കുഴപ്പമില്ല, ഓപ്പൺ ആയതിൻ്റെ ഒരു സന്തോഷം.
ഇല്ലാതെ ഒരു കളിയും ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയും നടക്കില്ല. UAE വന്നാൽ ഗ്ലോബൽ വില്ലേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി ഇന്ത്യയുടെ പവിലിയനാണ്. ഇന്ത്യയുടെ തനതായ ഭക്ഷ്യവസ്തുക്കൾ, ഒപ്പം തന്നെ തുണിത്തരങ്ങൾ, അത്തറുകൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പവിലിയനുകളിൽ ഒന്ന് അത് തീർച്ചയായിട്ടും ഇന്ത്യൻ പവിലിയനാണ്. ദിവസം ഞങ്ങൾ റൂമിലിരിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഇലക്ഷൻ്റെ ടൈമിൽ നാട്ടിൽ പോയി. പിന്നെ ഇവിടുന്ന് ഒരു അപ്ഡേറ്റും കിട്ടായിട്ട് അങ്ങനെ പിന്നെ തുറക്കാണെന്ന് പറഞ്ഞിട്ട് കമ്പനി വിളിച്ചു. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ വന്നു. കുഴപ്പമൊന്നുമില്ല, ആളുകൾ വരുന്നൊക്കെ ഉണ്ട്. ആദ്യത്തെ പോലെ പഴയ പോലെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ മിസ് ചെയ്തൊരു പവലിയനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് ഗെയിം സോണിലാണ്. കാരണം കഴിഞ്ഞൊരു 19 ദിവസമായി പുറത്തെങ്ങും അധികം ഇറങ്ങാതെ വീട്ടിനുള്ളിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾ. പ്രത്യേകിച്ച് സ്കൂളൊന്നുമില്ല, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലിരുന്ന് കളിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. മാളുകളും പാർക്കുകളും ഒക്കെ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെയൊക്കെ ഗെയിം സോണുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത് കുട്ടികളുടെ മാത്രമല്ല, മുതിർന്നവരും ഈ ഒരു സമയം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജ് വീണ്ടും തുറന്നത് വലിയ ആവേശത്തോടെയാണ് ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങൾക്ക് ദുബായ് ഭരണാധികാരികളോടുള്ള വിശ്വാസം കൂടിയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഭീഷണി പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം മാത്രമാണ് വിനോദ കേന്ദ്രങ്ങൾ വീണ്ടും തുറന്നത്. അതിനപ്പുറം ഇനിയൊരാക്രമണം ഉണ്ടാകില്ലെന്ന ഉറപ്പും അവർക്കുണ്ട്. അവർക്കുറപ്പുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ലെന്ന് ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം. മറ്റൊരു ഹജ്ജ് സീസൺ കൂടി തുടക്കമായിരിക്കുകയാണ്. വിശ്വാസികൾ ഏറെ കാത്തിരുന്ന പുണ്യഭൂമിയിലേക്ക് എത്തിത്തുടങ്ങി. വിശ്വാസികൾ എത്തിയതോടുകൂടി സന്നദ്ധ പ്രവർത്തകരും ഏതാണ്ട് എല്ലാ സഹായങ്ങളുമായി ഒപ്പമുണ്ട്. ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള തീർത്ഥാടകർ സൗദി അറേബ്യയിൽ എത്തിത്തുടങ്ങി. പുണ്യഹജ്ജിനായി കാത്തിരുന്ന വിശ്വാസികൾ ഓരോരുത്തരായി സൗദിയിലേക്ക് ഒഴുകുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പുണ്യഭൂമിയിൽ സംഗമിക്കുകയാണ്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർക്ക് പുറമെ ഇന്ത്യയിലെ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള തീർത്ഥാടകരും സൗദിയിലെത്തി തുടങ്ങി. അൽഹിന്ദ് വഴിയുള്ള ആദ്യ സംഘം എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാനങ്ങളിലായി ജിദ്ദയിലാണ് എത്തിയത്. നൂറുകണക്കിന് തീർത്ഥാടകർ അടങ്ങുന്ന സംഘം ജിദ്ദയിൽ നിന്ന് നേരെ മക്കയിലേക്ക് പോയി. വിശുദ്ധ ഹറം പള്ളിയിൽ പോയി ഉംറ നിർവഹിച്ചു. ഹജ്ജ് സീസൺ തുടക്കത്തിലായതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ ഇവർക്ക് അനായാസം കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു. മക്കയിൽ ഹറം പള്ളിക്ക് സമീപത്താണ് തീർത്ഥാടകർക്ക് ഇപ്പോൾ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. മക്കയിലെത്തിയ തീർത്ഥാടകർക്ക് ഹജ്ജ് സർവീസ് ഏജൻസിയും
സന്നദ്ധ പ്രവർത്തകരും ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത്. ഇന്ത്യയിൽ നിന്ന് 1.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ 52,507 തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ഹജ്ജ് നിർവഹിക്കും. ഇത്തവണ ഹജ്ജിനെത്തുന്ന ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് മക്കയിലും മദീനയിലും ഒരുക്കിയിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേക സേവനങ്ങൾ കൂടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇവർക്ക് നൽകുന്നുണ്ട്. തീർത്ഥാടകർക്ക് നൽകുന്ന സ്മാർട്ട് വാച്ചാണ് അതിലൊന്ന്. തിരക്കിൽ കൂട്ടം തെറ്റിപ്പോകുന്ന ഹാജിമാരെ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനത്തിലൂടെ കണ്ടെത്താൻ ഈ വാച്ച് വഴി സാധിക്കും. അടിയന്തര സാഹചര്യമുണ്ടായാൽ സഹായത്തിനായി കൺട്രോൾ റൂമിനെ ബന്ധപ്പെടാനും തീർത്ഥാടകരുടെ ആരോഗ്യ വിവരങ്ങൾ നിരീക്ഷിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട്. സ്വാഗതഗാനവും ഈന്തപ്പഴവും സംസം ജലവും നൽകി ഹജ്ജ് ടെർമിനലിലെത്തിയ ഓരോരുത്തർക്കും നൽകിയത്. മിനായിലെ തമ്പുകളിൽ ഇത്തവണ തീർത്ഥാടകർക്ക് സോഫ ബെഡ് ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. So in the Mashar region, what we will see is there will be improved air conditioning facility. There will be a fixed structure as well, replacing the tent trampoline structure. In addition to that, you will have more shaded areas. You will have space for luggage racks. You will have shoe racks. You will have sofa beds and a whole lot of other features that will enhance pilgrimage experience. In addition to that, Ministry of Minority Affairs has also introduced smartwatches this year with a GPS tracking facility. Hopefully that will also be very useful during the entire Hajj journey. We are here to receive the first group of the Hajj pilgrims from India. They are coming from Mumbai, and today we are expecting overall 10 flights from various embarkation points in India, and we are fully ready. The operations are beginning today, and we are fully prepared to receive and serve our Hajis. Today, the senior officials, the Deputy Minister from Ministry of Hajj and Umrah is also here to receive our pilgrims. And we really want to thank the Saudi Hajj Ministry and all various agencies for all the support that they have extended, especially in these challenging times, to ensure the safety and comfort and all the arrangements for our pilgrims. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ സൗദിയിലെത്തി തുടങ്ങിയതോടെ മലയാളി സന്നദ്ധ സേവകരും സജീവമായി. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മദീനയിലെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ വിമാനത്താവളത്തിലെത്തി. സമ്മാനങ്ങളും മധുരവും നൽകിയാണ് ആദ്യ സംഘത്തെ വരവേറ്റത്. KMCCക്ക് കീഴിൽ 100 കണക്കിന് പ്രവർത്തകർ ഇതിനകം മക്കയിലും മദീനയിലും രംഗത്തിറങ്ങി. അവശരായ തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ നിർവഹിക്കാനും രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്താനുമെല്ലാം KMCCയുടെ സന്നദ്ധ സേവകർ ഉണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ICF, RSC, വിക്കായ, OICC, നവോദയ, തനിമ തുടങ്ങി പല സംഘടനകൾക്ക് കീഴിലും പ്രവർത്തകർ ഹജ്ജ് സേവനത്തിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ വർഷത്തെ ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8:50 ബോംബെയിൽ നിന്നുള്ള ഹാജിമാർ മദീന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയതുകൂടി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. KMCC അടക്കമുള്ള വിവിധ സംഘടനകളാണ് ഇന്ന് മദീന എയർപോർട്ടിൽ ഹാജിമാരെ സ്വീകരിച്ചത്. ഇനി അവസാനത്തെ ഹാജിയും ഈ പുണ്യഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കുന്നത് വരെ KMCC അടക്കമുള്ള വിവിധ മലയാളി സംഘടനകളുടെ സേവനം ഹാജിമാർക്ക് ലഭ്യമാകുന്നതാണ്. വിശുദ്ധ മക്കയിലും അതുപോലെ തന്നെ മദീനയിലും പുണ്യസ്ഥലങ്ങളിലൊക്കെ വളണ്ടിയർമാരുടെ, മലയാളി സന്നദ്ധ സംഘടനയുടെ വളണ്ടിയർമാരുടെ സേവനം ഹാജിമാർക്ക് എല്ലാ അർത്ഥത്തിലും 24 മണിക്കൂറും സേവനത്തിന് തയ്യാറായ വിവിധ വിങ്ങുകളിലായിട്ടാണ് വളണ്ടിയർ പ്രവർത്തനം നടത്തുന്നത്. വിശുദ്ധ ഹറമിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന വീൽ ചെയറിൽ പോകേണ്ട ഹാജിമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയും അതുപോലെ തന്നെ
ഹോസ്പിറ്റലിൽ പോകേണ്ട ഹാജിമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയും ഭാഷകൾ അറിയാതെ ബുദ്ധിമുട്ടുന്ന ഹാജിമാർക്ക് വഴി തെറ്റുന്ന ഹാജിമാരെ താമസ സ്ഥലത്തെത്തിയും KMCCയുടെ വളണ്ടിയർ വിങ് നിതാന്ത ജാഗ്രതയോടുകൂടി 24 മണിക്കൂറും ഹറമിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഹാജിമാർ താമസിക്കുന്ന വിവിധ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേക ലൊക്കേഷൻ മാപ്പോട് കൂടിയിട്ട് KMCCയുടെ വളണ്ടിയർമാർ ഈ പ്രാവശ്യം വളരെ പ്രത്യേകതയോട് കൂടിയിട്ട് ഒരു ലൊക്കേഷൻ മാപ്പ് ആപ്പ് KMCC ഇറക്കിയിട്ടുണ്ട്. ആ ആപ്പ് മുഖേന മക്കയിലെ വിവിധ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ബ്രാഞ്ച് ഓഫീസുകളും മറ്റു വേണ്ട എല്ലാ സൗകര്യവും ലഭ്യമാകുന്ന ഒരു ആപ്പ് ലഭ്യമാണ് KMCCക്ക്. മദീന KMCCയുടെ അണ്ടറിൽ ഓരോ വിങ്ങുകളായി മെഡിക്കൽ, വീൽ ചെയർ, അതേപോലെ തന്നെ വനിതാ വിങ് അടക്കം അവർക്ക് സിയാറത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവിധ സംവിധാനത്തോട് കൂടി മദീന KMCCയും അതേപോലെ മക്ക KMCC ഒക്കെ ചേർന്നുകൊണ്ട് അവരെ സ്വീകരിക്കുകയുണ്ടായി. മുന്നൊരുക്കങ്ങളിലും സ്വീകരണങ്ങളിലുമെല്ലാം ഹാജിമാർ സന്തുഷ്ടരാണ്. Welcome to Medina. حياكم الله حجاج بيت الرحمن. المدينة ترحب بكم. Yeah, the welcoming was very good and the journey was very hassle free. We loved it, we enjoyed it. My family members also there. It was very helpful and all the people here were very well welcoming and we love the support which has been shown here. They welcomed us with flowers and everything, and stepping on this city is very blissful since it's the city of Prophet Muhammad sallallahu alaihi wasallam. We are awaiting to continue our Hajj procession from now on. Arriving in this airport was very smooth and it was far better. ഒരു 1,75,025 തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുക. ഇതിൽ 1,22,518 പേർ ഹജ്ജ് കമ്മിറ്റി വഴിയും 52,507 തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജ് നിർവഹിക്കും. 40 മുതൽ 45 ദിവസം വരെ നീളുന്നതാണ് ഹജ്ജ് പാക്കേജ്. 20 മുതൽ 25 ദിവസം വരെയുള്ള ഷോർട്ട് ടേം ഹജ്ജ് പാക്കേജിൽ 10,300 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കും. മഹറമില്ലാതെ, അതായത് പുരുഷന്മാർ കൂടെയില്ലാതെ 5,000-ഓളം സ്ത്രീകളും ഇത്തവണ ഹജ്ജിനെത്തും. മെയ് 20 വരെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ്. ഹജ്ജ് കഴിഞ്ഞ് ജൂൺ 2 മുതൽ 30 വരെയായിരിക്കും തീർത്ഥാടകരുടെ മടക്കയാത്ര. ഗൾഫ് മേഖലയിലെ സംഘർഷം അവസാനിച്ചതോടുകൂടി തങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത പകരുന്ന നിരവധി പദ്ധതികളാണ് ഓരോ രാഷ്ട്രങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ UAE ആണ് ഏറ്റവും അധികം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദുബായ് ഗോൾഡ് മെട്രോ ലൈൻ എന്നുള്ള ഏറ്റവും പുതിയ തിളക്കമാർന്ന പദ്ധതി കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചു. ഡ്രൈവറില്ല ടാക്സി നിരത്തിലിറങ്ങിക്കഴിഞ്ഞു.
ഫ്ലൈയിങ് ടാക്സി അവസാനവട്ട ഒരുക്കത്തിലാണ്. ദുബായ് ലൂപ്പിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. എത്തിഹാദ് റെയിൽ താമസിയാതെ ഓടിത്തുടങ്ങും. അതിനിടയിലിതാ അത്ഭുതച്ചെപ്പ് തുറന്ന് ദുബായിയുടെ അടുത്ത പ്രഖ്യാപനം വന്നിരിക്കുന്നു. മെട്രോ ഗോൾഡ് ലൈൻ. നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളുന്നതാണ് മെട്രോ ഗോൾഡ് ലൈൻ. പൂർണ്ണമായും ഭൂമിക്കടിയിലൂടെയുള്ള സഞ്ചാരം. അൽഗുബൈബ് മുതൽ ജുമൈറ ഗോൾഡ് എസ്റ്റേറ്റ് വരെയുള്ള 15 തന്ത്രപ്രധാന മേഖലകളെ ബന്ധിപ്പിക്കുന്നതാകും മെട്രോ ഗോൾഡ് ലൈൻ. ബർദുബൈ, സത്വ, മെയ്ദാൻ, അൽബർഷ സൗത്ത്, ജുമൈറ വില്ലേജ്, ട്രയാങ്കിൾ, പ്രൊഡക്ഷൻ സിറ്റി തുടങ്ങി പ്രധാന സ്ഥലങ്ങളുമായി പാതയെ ബന്ധിപ്പിക്കും. റെഡ്, ഗ്രീൻ ലൈനുകളോട് ചേർന്ന 3 ജംഗ്ഷനുകളുണ്ടാകും. 34 ബില്യൺ ദിർഹം ചെലവിട്ടാകും പദ്ധതി നടപ്പിലാക്കുക. ഇതിനിടയിൽ മെട്രോ ബ്ലൂ ലൈനും പൂർത്തിയാക്കും. ഗോൾഡ് ലൈൻ 2033 സെപ്റ്റംബർ 1 തുറക്കാനാണ് തീരുമാനം. ലോകത്തെ ഏറ്റവും മികച്ച നഗരമാകാനുള്ള ദുബായിയുടെ കുതിപ്പിൽ നിർണായക ചുവടുവയ്പ്പാണ് ഗോൾഡ് ലൈൻ എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം പറഞ്ഞു. 15 ലക്ഷം പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ റെഡ് ലൈനിലെ ബുർജുമാൻ, ഓൺ പാസീവ് സ്റ്റേഷനുകൾക്കിടയിലുള്ള തിരക്ക് 23% വരെ കുറയ്ക്കാൻ ഈ പുതിയ പദ്ധതിയിലൂടെ സാധിക്കും. രണ്ടു വർഷം നീണ്ടുനിന്ന പരീക്ഷണ യാത്രകൾ അവസാനിപ്പിച്ചാണ് ദുബായിലെ നിരത്തുകൾ കൈയടക്കാൻ ആളില്ലാ ടാക്സികൾ റോഡിലിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ 50 ടാക്സികളാണ് നിരത്തിലിറങ്ങിയത്. ഉമ്മസുക്കയും ജുമൈറ എന്നിവിടങ്ങളിലുള്ളവർക്കാണ് തുടക്കത്തിൽ ആളില്ലാ ടാക്സിയിൽ സവാരി നടത്താനാവുക. അപ്പോളോ ഗോ എന്ന ആപ്ലിക്കേഷൻ വഴി ടാക്സികൾ ബുക്ക് ചെയ്യാനാകും. ബോൾട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖ ആപ്പുകൾ വഴിയും ഉടൻ ബുക്കിംഗ് നടത്താം. സുരക്ഷയ്ക്ക് യാതൊരു കോംപ്രമൈസും ചെയ്യാതെയാണ് ഗതാഗത മേഖലയിലെ ഈ വിപ്ലവം സാധ്യമാക്കിയിരിക്കുന്നത്. കൃത്യമായ സെൻസറുകളും ആധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് ടാക്സി ഓടുന്നത്. ബൈദു, വീറൈഡ് എന്നിവയുമായി സഹകരിച്ചാണ് ദുബായ് RTA ആളില്ലാ ടാക്സികൾ റോഡുകളിലെത്തിച്ചത്. വരും വർഷങ്ങളിൽ 1000-ലധികം ടാക്സികൾ നിരത്തിലിറങ്ങും. 5 വർഷത്തിനിടെ 25% യാത്രകളും ഡ്രൈവറില്ലാ ടാക്സികളിലൂടെ ആക്കുകയാണ് ദുബായിയുടെ ലക്ഷ്യം. എയർ ടാക്സികൾക്ക് പറന്നുയരാനും ഇറങ്ങാനുമായി ആദ്യ സ്റ്റേഷൻ UAE-യിൽ സജ്ജമായി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള സ്റ്റേഷൻ ദുബായ് രാജകുമാരൻ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മഖ്തൂം ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം തന്നെ ആകാശ ടാക്സി ദുബായിൽ സർവീസ് തുടങ്ങുമെന്നും ഷെയ്ഖ് ഹംദാൻ അറിയിച്ചു. പ്രതിവർഷം 1,70,000 പേർക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി. ഡൗൺ ടൗൺ, പാം ജുമൈറ, ദുബായ് മറീന എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും. 2 പറക്കും ടാക്സികൾ പാർക്ക് ചെയ്യാനും ചാർജ് ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട്. 3100 മീറ്റർ വിസ്തൃതിയിൽ 4 നിലകളുള്ള കെട്ടിടത്തിൽ യാത്രക്കാരുടെ വാഹനവും പാർക്ക് ചെയ്യാം. കാത്തിരിപ്പ് കേന്ദ്രം, ബുക്കിംഗ് സ്ഥലം, ഓഫീസ്, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ദുബായിലെ ഹെസ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു കഴിഞ്ഞു. 726 ആധുനിക ബസ് ഷെൽട്ടറുകളും ട്രക്ക് വിശ്രമ കേന്ദ്രങ്ങളും സ്ഥാപിക്കാനും തീരുമാനമായി. ഊർജ ജലമേഖലയിലെ വിവിധ പദ്ധതികൾക്കും തുടക്കമായിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങളിലെ ഊർജ ജല ഉപഭോഗം കുറയ്ക്കുന്നതിനായി 120 മില്യൺ ദിർഹം ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1 ബില്യൺ ദിർഹത്തിൻ്റെതാണ് 2ാം ഘട്ടം.
3.3 ഗിഗാവാട്ട് ശേഷിയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. റാസൽ ഖൈമയിൽ പ്രതിദിനം 60,000 ക്യൂബിക് മീറ്റർ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കാനുള്ള കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട്. 3 ലക്ഷത്തോളം ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണിത്. മഴവെള്ള ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി തസ്രീഫ് പദ്ധതിയുടെ 2ാം ഘട്ടവും ഇതോടൊപ്പം നടപ്പിലാക്കും. ഡ്രെയിനേജ് പദ്ധതിയുടെ 36% ഇതിനകം പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ 30 ലക്ഷം പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ, സിലിക്കൺ ഒയാസിസ് എന്നിവിടങ്ങളിലും വൻ വിപുലീകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ UAEയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റെക്കോർഡ് നേട്ടമുണ്ടായി. ദുബായിൽ മാത്രം 252 ബില്യൺ ദിർഹത്തിന്റെ വ്യാപാരമാണ് നടന്നത്. ഈ വർഷത്തെ ആദ്യപാദത്തെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് വരെയുള്ള കണക്ക് പുറത്തു വരുമ്പോൾ UAEയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വളർച്ച റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ എന്നീ ഓരോ എമിറേറ്റിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാര്യമായ വളർച്ചയുണ്ടായി. ദുബായിൽ റെക്കോർഡ് വ്യാപാരമാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 7 ലക്ഷത്തിലധികം ഇടപാടുകൾ നടന്നു. കഴിഞ്ഞ വർഷത്തെ ഈ കാലയളവ് പരിശോധിക്കുമ്പോൾ 6% വളർച്ചയാണ് ഉണ്ടായത്. ആകെ 252 ബില്യൺ ദിർഹത്തിന്റെ വ്യാപാരമാണ് നടന്നത്. 57,000-ലധികം നിക്ഷേപങ്ങളുണ്ടായി. ഇക്കാര്യത്തിൽ 7% വർധന. 30,000-ഓളം പുതിയ നിക്ഷേപകർ ദുബായിലെത്തി. അബുദാബിയിൽ കഴിഞ്ഞ വർഷത്തെ ആദ്യപാദ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 160% വളർച്ചയുണ്ടായി. 66 ബില്യന്റെ ഇടപാടുകൾ ഉണ്ടായതായി അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ അറിയിച്ചു. 13,000-ലധികം ട്രാൻസാക്ഷനുകൾ നടന്നു. ഷാർജയിലും 40% വർധനവ് രേഖപ്പെടുത്തി. ആകെ 18 ബില്യൺ ദിർഹത്തിന്റെ ഇടപാടുകളാണ് ആദ്യ 3 മാസത്തിനുള്ളിൽ ഷാർജയിൽ നടന്നത്. 30,000-ഓളം ഇടപാടുകളുണ്ടായി. 113 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിലവിൽ UAEയിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 97 പ്രതിസന്ധി ഘട്ടത്തിലും നിക്ഷേപകർക്ക് UAEയോടുള്ള വിശ്വാസം കാട്ടുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഈ വളർച്ച. അറേബ്യ ദിസ് വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.